കാർത്തിക നക്ഷത്രം. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽ ഭാഗം മാത്രമാണ് മേടത്തിലുള്ളത്. പിന്നെ മുക്കാൽ ഭാഗവും ഇടവത്തിലാണ് നമുക്കുള്ളത്, ഇടവക്കൂറിലാണ്. അപ്പോൾ കാൽ ഭാഗമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് 7.5 ശനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശനീശ്വരൻ 12 വന്നു, രാഹു 11 പോയി. അപ്പോൾ ഈ ഗുണങ്ങൾ നമുക്ക് കയറ്റിറക്കങ്ങളായിട്ട് വരുന്ന പറയാം. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ദോഷമൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാലയളവാണ്. ശനീശ്വരൻ 12 പക്ഷെ അതേപോലെ തന്നെ കാർത്തികയുടെ ഇടവത്തിലുള്ള മുക്കാൽ ഭാഗത്തിൽ അവർക്കാണെങ്കിൽ ശനീശ്വരൻ 11 നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ്. വ്യാഴൻ 2 വന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത്രയും കൂടി നല്ല ഒരു ഫലമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് അവര് എപ്പോഴും ശനീശ്വരൻ നന്നായിട്ട് നോക്കുക. അവർ കർമ്മത്തിൽ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു 10 പോയി. അപ്പോൾ രാഹു എപ്പോഴും കർമ്മം നോക്കുമ്പോൾ ശനിയുടെ രാശിയാണ് കുംഭം രാശിയെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ 11 ഉള്ള ശനീശ്വരൻ നിങ്ങൾക്ക് ധനങ്ങളെ ധാരാളം വർദ്ധിപ്പിച്ചു തരും. വീടൊക്കെ വെക്കാത്തവർക്കാണെങ്കിൽ വീടൊക്കെ പെട്ടെന്ന് ശരിയാവാനും, പിന്നെ പഴയ വീടുകൾ വാങ്ങുക വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് രംഗത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു പുരോഗതിയാണ് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തിലുള്ള ഇടവക്കൂറുകാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 ഭാവങ്ങളിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരായതുകൊണ്ട് മേടത്തിൽ നിൽക്കുന്നവരും ഇടവത്തിൽ നിൽക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോവുക. ഒരു ശിവന്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. പിന്നെ ഗണപതിക്ക് കറുകമാല കൊടുക്കുക. ടെൻഷൻ ഇതൊക്കെ വരുമ്പോൾ ആ കറുകയുടെ മാല കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി മാനസികമായിട്ട് നമുക്കൊരു ഇത് വരും, ശരീരത്തിനൊരു തണവ് അതൊക്കെ വരാം. പിന്നെ ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക. ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ എല്ലായിടത്തൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക.